ഹായ് ഓൾ, എൻ്റെ പേര് ഡോക്ടർ അമീന സിത്താര. ശബ്ദം നൽകിയത് റെബിൻ രാജ് PR. ഇന്നത്തെ വിഷയം കുട്ടികളിലെ ദേഷ്യം ആണ്. കുട്ടികളിലെ ദേഷ്യം എന്ന വിഷയം പേരൻസിനും ടീച്ചേഴ്സിനും ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു വിഷയമാണ്. എൻ്റെ കുഞ്ഞ് പെട്ടെന്ന് ചൂടാകുന്നു. ചെറിയ കാര്യത്തിന് തന്നെ കരച്ചിലും വാശിയും. ദേഷ്യം വന്നാൽ അടിക്കുകയും വസ്തുക്കൾ എറിയുകയും ചെയ്യുന്നു എന്നിങ്ങനെ പലരും പരാതി പറയാറുണ്ട്. എന്നാൽ ആദ്യം തന്നെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. കുട്ടിയുടെ ദേഷ്യം ഒരു പ്രശ്നമല്ല, അത് ഒരു സൂചനയാണ്. കുട്ടി എന്തോ പറയാൻ ശ്രമിക്കുകയാണ്, പക്ഷേ അതിനെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഈ സത്യം പാരൻസ് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുട്ടികൾക്ക് ദേഷ്യം വരുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണം അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ആവശ്യമായ ഭാഷയും ബോധവും പൂർണ്ണമായി വളർന്നിട്ടില്ല എന്നതാണ്. എനിക്ക് ദുഃഖമുണ്ട്, എനിക്ക് പേടിയാണ്, എനിക്ക് അസൂയയാണ് എന്നിങ്ങനെ സ്വന്തം ഉള്ളിലെ വികാരങ്ങൾ വാക്കുകളായി പറയാൻ കഴിയാത്ത പല സാഹചര്യങ്ങളിലും ദേഷ്യം പുറത്തു വരുന്നു. അങ്ങനെ ദേഷ്യം അവരുടെ ഭാഷയായി മാറുന്നു. പലപ്പോഴും കുട്ടിയുടെ ദേഷ്യം അവരുടെ സങ്കടത്തിൻ്റെയും പേടിയുടെയും ഉള്ളിലുള്ള ആശയക്കുഴപ്പങ്ങളിലൂടെയും ഭാഷ തന്നെയായിരിക്കും. ഇത് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് ഒരു പേരൻറ്റിൻ്റെ വലിയ ഉത്തരവാദിത്വമാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന ഓവർ സ്റ്റിമുലേഷൻ ദേഷ്യം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. മൊബൈൽ, TV, വലിയ ശബ്ദമുള്ള വീഡിയോകൾ, ട്യൂഷൻ ക്ലാസുകളിലെ അമിത സമ്മർദ്ദം, സ്ഥിരമായ റൊട്ടീൻ ഇല്ലാത്ത ദിവസങ്ങൾ, ഇതെല്ലാം ചേർന്ന് കുട്ടിയുടെ ബ്രെയിനിനെ ഓവർലോഡ് ചെയ്യുന്നു. ബ്രെയിൻ ഓവർലോഡ് ആയാൽ ഇമോഷണൽ കൺട്രോൾ കുറയുമെന്ന് പല പഠനങ്ങളും വ്യക്തമാക്കുന്നു. അതിൻ്റെ ഫലമായി ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ദേഷ്യ പ്രതികരണങ്ങൾ കാണാൻ കഴിയും. പാരന്റിങ്ങിൽ സ്ഥിരമില്ലായ്മയും കുട്ടികളിലെ ദേഷ്യത്തിന്
കാരണമാകാറുണ്ട്. വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ പ്രതികരിക്കുന്ന പേരൻസിനെ മനസ്സിലാക്കാൻ കഴിയാതെ വരുന്ന കുട്ടികൾ അതിന് പ്രതികരിക്കുന്നത് പലപ്പോഴും ദേഷ്യം എന്ന വികാരത്തിലൂടെയാണ്. ഒരു ദിവസം ഒരു കാര്യത്തിന് അനുമതി കൊടുക്കുകയും അടുത്ത ദിവസം അതേ കാര്യത്തിന് ശാസിക്കുകയും ചെയ്യുമ്പോൾ കുട്ടിക്ക് വീട്ടിലെ നിയമങ്ങൾ വ്യക്തമായി മനസ്സിലാകില്ല. ഈ കൺഫ്യൂഷൻ പിന്നീട് അകത്തുള്ള ഒരു തരത്തിലുള്ള അസ്വസ്ഥതയായി മാറുകയും അതിൻ്റെ അവസാന രൂപമായി ദേഷ്യം പുറത്തു വരികയും ചെയ്യും. കൂടാതെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് കാണുന്നതിലൂടെയാണ്. പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഷൗട്ട് ചെയ്യുന്ന അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ ഷൗട്ട് തന്നെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മാർഗം എന്ന് പഠിച്ചെടുക്കുന്നു. പല പേരൻസിനും കുട്ടിയിൽ കാണുന്ന ഈ സ്വഭാവം തങ്ങളുടേതിൻ്റെ റിഫ്ലക്ഷൻ ആണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ട്. അത് ആരുടെയും തെറ്റല്ല. ശരിയായ പാരൻറ്റിംഗ് ഗൈഡൻസ് ലഭിക്കാത്തതിൻ്റെ ഫലമാണ് പലപ്പോഴും ഇത്. ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമായി ഓർക്കണം. ദേഷ്യം കാണിക്കുന്ന കുട്ടി ഒരു മോശം കുട്ടി അല്ല. ഇവൻ സ്വഭാവം മോശമാണ്, ഇവൾക്ക് ദേഷ്യം കൂടുതലാണ് എന്നിങ്ങനെ കുട്ടികളെ ലേബൽ ചെയ്യുന്നത് അവരുടെ ആത്മവിശ്വാസത്തെ ഗുരുതരമായി തകർക്കും. ദേഷ്യം ഒരു ഇമോഷൻ ആണ്, ക്യാരക്ടർ ഡിഫക്റ്റ് അല്ല. ഒരു കുട്ടിയുടെ ഇമോഷൻ തള്ളിക്കളയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിനെ തന്നെയാണ് നാം തള്ളിക്കളയുന്നത്. കുട്ടിക്ക് ദേഷ്യം വരുമ്പോൾ പേരൻസ് ആദ്യം ചെയ്യേണ്ടത് കുട്ടിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അല്ല, സ്വന്തം മനസ്സിനെ ശാന്തം ആക്കുകയാണ്. കുട്ടി ഷൗട്ട് ചെയ്യുമ്പോൾ പേരൻ്റ് ഷൗട്ട് ചെയ്താൽ അത് തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ്. പേരൻ്റ് കാം ആയാൽ മാത്രമേ ചൈൽഡിന് കാം ആകാൻ കഴിയൂ. ശാന്തമായ ശബ്ദത്തിൽ കുട്ടിയുടെ കണ്ണിൻ്റെ ലെവലിലേക്ക് താഴ്ന്ന് സംസാരിക്കുക എന്നത് ഇവിടെ വളരെ പ്രധാനമാണ്. കുട്ടിയുടെ ദേഷ്യം ആദ്യം എക്നോളജ് ചെയ്യണം. ഇങ്ങനെ ദേഷ്യം കാണിക്കരുത്, ഇത് വലിയ കാര്യമല്ല എന്നിങ്ങനെ പറഞ്ഞ് കുട്ടിയുടെ വികാരം നിഷേധിക്കരുത്. പകരം
നിനക്ക് ഇപ്പോൾ ദേഷ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഇത് നിനക്ക് ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു എന്ന് പറയുക. ഇമോഷൻ വാലിഡേറ്റ് ചെയ്യുന്നത് ബിഹേവിയർ അപ്രൂവ് ചെയ്യുന്നതല്ല. ദേഷ്യം വരാം, പക്ഷേ അടിക്കലും വസ്തുക്കൾ തകർക്കലും ആക്സെപ്റ്റബിൾ അല്ലെന്ന് ശാന്തമായി വ്യക്തമാക്കണം. കുട്ടികൾക്ക് ദേഷ്യം സുരക്ഷിതമായി പുറത്തുവിടാനുള്ള മാർഗങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഡീപ്പ് ബ്രീത്തിങ്, 10 വരെ എണ്ണൽ, പേപ്പറിൽ ദേഷ്യം വരയ്ക്കൽ, കുറച്ചു സമയം മാറി നിൽക്കൽ തുടങ്ങിയ ടെക്നിക്സ് കുട്ടികൾക്ക് ഇമോഷണൽ കൺട്രോൾ പഠിക്കാൻ സഹായിക്കും. ദേഷ്യം അടിച്ചമർത്തുക അല്ല ലക്ഷ്യം. സുരക്ഷിതമായ രീതിയിൽ അത് പുറത്തുവിടാൻ കുട്ടിയെ പഠിപ്പിക്കുന്നതാണ് ഒരു പാരൻ്റ് അല്ലെങ്കിൽ പാരൻ്റിനു തുല്യമായ ഒരാൾ ചെയ്യേണ്ടത്. ദേഷ്യം പീക്കിലുള്ള സമയത്ത് പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് ഫലപ്രദമല്ല. കുട്ടി ശാന്തമായതിനു ശേഷം മാത്രമാണ് സംസാരിക്കേണ്ടത്. എന്താണ് സംഭവിച്ചത്? അടുത്ത തവണ ഇതിന് പകരം എന്ത് ചെയ്യാം എന്നിങ്ങനെ ചോദിക്കുന്നത് കുട്ടിയുടെ തിങ്കിങ് സ്കിൽസ് വളരെ സഹായിക്കും. ബ്രെയിൻ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്നത് ശാന്തമായിരിക്കുന്ന സമയത്താണ്. പേരൻസ് പലപ്പോഴും ചെയ്യുന്ന ചില തെറ്റുകൾ കുട്ടിയുടെ ദേഷ്യം കൂടുതൽ ശക്തമാക്കാറുണ്ട്. പബ്ലിക്കിലുള്ള ശാസനയും നാണം കെടുത്തലും നാണക്കേട് ഉണ്ടാക്കും. ആ നാണക്കേട് പിന്നീട് ദേഷ്യമായി ഇരട്ടിയാകും. മറ്റു കുട്ടികളുമായി കമ്പാരിസൺ ചെയ്യുന്നത് ഒരു കുട്ടിക്കും ഗുണം ചെയ്യില്ല എന്നത് സംശയമില്ല. ഇത് കുട്ടിയുടെ സെൽഫ് എസ്റ്റീം തകർക്കും. ശരീരവേദന ഉണ്ടാക്കുന്ന ശിക്ഷകൾ ഷോർട്ട് ടേം സൈലൻസ് ഉണ്ടാക്കുന്നതിലും ലോങ് ടേമിൽ പേടി, ദേഷ്യം, കള്ളം പറയൽ തുടങ്ങിയ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും. ഫിയർ ഒബീഡിയൻസ് പഠിപ്പിക്കും. അതായത് പേടിച്ച് എല്ലാം അംഗീകരിക്കുന്ന ഒരു അവസ്ഥ. അത് ഇമോഷണൽ റെഗുലേഷൻ അല്ല. പിന്നീട് ആ കുട്ടിയുടെ വ്യക്തിത്വം തന്നെ മറ്റുള്ളവർക്ക് പേടിപ്പിച്ച് നിയന്ത്രിക്കാവുന്ന തരത്തിലേക്ക് മാറാനുള്ള സാധ്യതയും ഉണ്ടാകും. കുട്ടിയുടെ പ്രായം അനുസരിച്ച് സമീപനത്തിലും വ്യത്യാസം വേണം. ചെറിയ കുട്ടികൾ ഭക്ഷണം, ഉറക്കം, വിശപ്പ് എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കൂൾ ഏജ് കുട്ടികളിൽ ഇമോഷൻ വേർഡ്സ് പഠിപ്പിക്കുകയും കാം ബിഹേവിയർ റീഇൻഫോഴ്സ് ചെയ്യുകയും വേണം.
അഡോളസൻസിലേക്ക് എത്തുമ്പോൾ കൺട്രോൾ കുറച്ച് കണക്ഷൻ കൂടുതൽ ശക്തമാക്കണം. ലെക്ചറുകൾ ഒഴിവാക്കി ബഹുമാനമുള്ള ആശയവിനിമയ രീതി വളർത്തുന്നതാണ് ഏറ്റവും ഫലപ്രദം. അവസാനമായി പറയാനുള്ളത് ഇതാണ്: കുട്ടിയുടെ ദേഷ്യം നമ്മുടെ ശത്രുവല്ല, അത് ഒരു അറിയിപ്പാണ്. എനിക്ക് സഹായം വേണം, എനിക്ക് മനസ്സിലാക്കപ്പെടണം എന്ന സന്ദേശമാണ് ദേഷ്യം നമുക്ക് നൽകുന്നത്. പേരൻസ് ശാന്തനായാൽ കുട്ടിക്ക് സേഫ് ഫീൽ ചെയ്യും. സേഫ് ഫീൽ ചെയ്യുന്ന കുട്ടിയാണ് പതുക്കെ ശാന്തമായ കുട്ടിയായി മാറുന്നത്. നല്ല പാരൻറ്റിംഗ് ബുക്സ് വായിക്കുക, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ശരിയായ ഗൈഡൻസ് ഒരു സൈക്കോളജിസ്റ്റിൽ നിന്നും തേടുക. ആദ്യം നമ്മൾ തന്നെ മാറ്റം വരുത്തുമ്പോൾ കുട്ടിയിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. അതിനു ശേഷമാണ് കുട്ടിയെ ചികിത്സയിലേക്ക് കൊണ്ടുപോകേണ്ടത്. നല്ലൊരു പാരൻ്റ് ആകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ശുഭദിനം.